ഇറാന്റെ ദേശീയ സുരക്ഷ, സൈനിക ശക്തി, നയതന്ത്ര വിജയങ്ങൾ ഇവയെല്ലാം വീണ്ടും ആഗോള ശ്രദ്ധ നേടുന്ന ഒരു സമയത്താണ് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗച്ചി രാജ്യത്തിന്റെ സായുധ സേനയെക്കുറിച്ച് നടത്തിയ പ്രസ്താവന വലിയ പ്രാധാന്യം നേടുന്നത്. സൈനിക ദിനത്തോടനുബന്ധിച്ച് ഇറാനിയൻ ആർമി കമാൻഡർ മേജർ ജനറൽ അമീർ ഹത്താമിക്കയച്ച സന്ദേശത്തിൽ അദ്ദേഹം വെറും ആശംസകൾ മാത്രം നേർന്നില്ല, മറിച്ച് ഒരു രാഷ്ട്രത്തിന്റെ സുരക്ഷ എങ്ങനെ സൈനികരുടെ ത്യാഗത്തിലും അച്ചടക്കത്തിലും ദേശീയ പ്രതിബദ്ധതയിലും അടിയുറച്ചിരിക്കുന്നു എന്ന് ലോകത്തിനു മുന്നിൽ തുറന്നു പറഞ്ഞു. ഇറാൻ നേരിടുന്ന ജിയോപൊളിറ്റിക്കൽ സമ്മർദ്ദങ്ങൾ, ഉപരോധങ്ങൾ, അതിർത്തി ഭീഷണികൾ, പ്രാദേശിക സംഘർഷങ്ങൾ എന്നിവയെല്ലാം ഇറാന്റെ ദേശീയ സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്ന സാഹചര്യങ്ങളാണ്. അത്തരം ഘട്ടങ്ങളിൽ ഒരു രാജ്യത്തിന്റെ സൈന്യം വെറും യുദ്ധസന്നാഹ വിഭാഗമല്ല, അത് ദേശീയ നിലനിൽപ്പിന്റെ അടിത്തറയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയായിരുന്നു. ഇറാന്റെ സുരക്ഷാ ചിന്താഗതിയിൽ സൈന്യത്തിന് ഇരട്ട പങ്കാണുള്ളത്. ഒന്നാമത് രാജ്യത്തിന്റെ അതിർത്തികളെ സംരക്ഷിക്കുന്ന ഭൗതിക ശക്തി, രണ്ടാമത് വിദേശനയത്തിനു പിന്നിലെ പ്രതിരോധ കരുത്ത്. ഒരു രാജ്യം നയതന്ത്രവേദികളിൽ ശക്തമായി സംസാരിക്കണമെങ്കിൽ അതിനു പിന്നിൽ വിശ്വസനീയമായ പ്രതിരോധ ശേഷിയുണ്ടായിരിക്കണം. അരാഗച്ചി പറഞ്ഞതും അതുതന്നെയാണ്. അന്താരാഷ്ട്ര വേദികളിൽ ഇറാൻ തന്റെ താൽപ്പര്യങ്ങൾ ഉറച്ചുനിൽക്കെ പ്രതിരോധിക്കാനായത് സൈനികരുടെ അക്ഷീണ സേവനവും രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനത്തിന്റെ കരുത്തുമൂലമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇത് വെറും ആഭ്യന്തര പ്രചാരണം എന്ന നിലയിൽ മാത്രം കാണാനാവില്ല. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഡിറ്ററൻസ് എന്ന ആശയം ഏറെ പ്രധാനപ്പെട്ടതാണ്. എതിരാളികൾ ആക്രമിക്കാൻ മടിക്കുന്ന തരത്തിൽ പ്രതിരോധശേഷി നിലനിർത്തുക എന്നതാണ് അതിന്റെ അർത്ഥം. ഇറാൻ കഴിഞ്ഞ 20 വർഷമായി ഈ തന്ത്രം പിന്തുടരുകയാണ്. മിസൈൽ വികസനം, ഡ്രോൺ സാങ്കേതികവിദ്യ, നാവികശേഷി, അതിർത്തി നിരീക്ഷണ സംവിധാനങ്ങൾ ഇവയൊക്കെയാണ് രാജ്യത്തിന്റെ സുരക്ഷാ ചട്ടക്കൂട് ശക്തിപ്പെടുത്തിയത്. അരാഗച്ചിയുടെ സന്ദേശം ഈ ഡിറ്ററൻസ് നയത്തിന്റെ രാഷ്ട്രീയ രൂപമാണ്. അതിർത്തി സംരക്ഷണത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പരാമർശവും അതീവ പ്രാധാന്യമുള്ളതാണ്. ഇറാൻ നിരവധി വെല്ലുവിളികളുള്ള ഭൂപ്രദേശത്താണ് നിലകൊള്ളുന്നത്. പടിഞ്ഞാറ് ഇറാഖ്, വടക്കു പടിഞ്ഞാറ് തുർക്കി, കിഴക്ക് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും, തെക്ക് പേർഷ്യൻ ഗൾഫ്, വടക്ക് കാസ്പിയൻ മേഖല ഇവിടെയെല്ലാം വ്യത്യസ്ത സുരക്ഷാ വെല്ലുവിളികളാണ് നിലനിൽക്കുന്നത്. കടത്ത്, ഭീകരവാദം, വിദേശ രഹസ്യ പ്രവർത്തനങ്ങൾ, സായുധ ഗ്രൂപ്പുകളുടെ സാന്നിധ്യം, കടൽമാർഗ ഭീഷണികൾ ഇതെല്ലാം ഇറാന്റെ സൈന്യത്തെ നിരന്തരം ജാഗ്രതയിൽ നിർത്തുന്നു. അതിനാൽ അതിർത്തി കാക്കുന്ന സൈനികരെ രാജ്യത്തിന്റെ ആദ്യ പ്രതിരോധ രേഖ എന്ന നിലയിലാണ് ഭരണകൂടം അവതരിപ്പിക്കുന്നത്. അരാഗച്ചി പ്രത്യേകിച്ച് ചൂണ്ടിക്കാട്ടിയത് സൈനികരുടെ ഉറച്ച ഇച്ഛാശക്തി, ആത്മാർത്ഥമായ ഉദ്ദേശം, അചഞ്ചലത എന്നിവയാണ്. ഒരാധുനിക സൈന്യം വെറും ആയുധങ്ങൾ കൊണ്ടു മാത്രം ശക്തമാകില്ല. സൈനികരുടെ മാനസിക കരുത്ത്, പരിശീലനം, അനുസരണം, രാജ്യത്തോടുള്ള പ്രതിബദ്ധത എന്നിവയാണ് അതിന്റെ യഥാർത്ഥ ശക്തി. ചരിത്രം തെളിയിച്ചത് സാങ്കേതികമായി പിന്നാക്കമായിരുന്നെങ്കിലും ആത്മവിശ്വാസവും ദേശീയ മനോഭാവവും കൊണ്ട് പല രാജ്യങ്ങളും വലിയ ശക്തികളെ നേരിട്ടിട്ടുണ്ട്. ഇറാനും സ്വന്തം സുരക്ഷാ ചർച്ചകളിൽ ഈ ആശയത്തെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ഈ സന്ദേശം ഇറാന്റെ ആഭ്യന്തര ജനതയിലേക്കുള്ള ഒരു ആത്മവിശ്വാസ പ്രഖ്യാപനവുമാണ്. സാമ്പത്തിക ഉപരോധങ്ങൾ, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ എന്നിവയ്ക്ക് തുടർന്ന് ജനങ്ങളിലുണ്ടാകുന്ന ആശങ്കകൾ കുറയ്ക്കാൻ ഭരണകൂടം സാധാരണയായി ദേശീയ സുരക്ഷയെയും സൈനിക ശക്തിയെയും മുന്നോട്ടുവയ്ക്കാറുണ്ട്. രാജ്യം സുരക്ഷിത കൈകളിലാണ് എന്ന സന്ദേശം പൊതുജന മനസ്സിൽ ഉറപ്പിക്കാനാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ സഹായിക്കുന്നത്. പ്രത്യേകിച്ച് സൈനിക ദിനം പോലുള്ള അവസരങ്ങളിൽ ഇത് ദേശീയ ഐക്യത്തിന്റെ ഭാഷയായി ഉപയോഗിക്കപ്പെടുന്നു. അതേസമയം ഈ സന്ദേശം വിദേശ ലോകത്തേക്കും ഉദ്ദേശിച്ചുള്ളതാണ്. ഇറാൻ പലപ്പോഴും അന്താരാഷ്ട്ര വേദികളിൽ സമ്മർദ്ദങ്ങൾ നേരിടുന്ന രാജ്യമാണെങ്കിലും അത് ദുർബല രാഷ്ട്രമല്ലെന്ന് കാണിക്കാനാണ് ഈ പ്രസ്താവന ശ്രമിക്കുന്നത്. സൈനികരുടെ ത്യാഗങ്ങളും സജ്ജതയും ചൂണ്ടിക്കാട്ടി ഏതൊരു സമ്മർദ്ദത്തിനും രാജ്യം വഴങ്ങില്ല എന്ന രാഷ്ട്രീയ സൂചനയാണ് ഇതിലൂടെ നൽകുന്നത്. പ്രത്യേകിച്ച് അമേരിക്ക, ഇസ്രയേൽ, ഗൾഫ് മേഖലയിൽ ചില എതിരാളി ശക്തികളോട് ഇത് പരോക്ഷ സന്ദേശമാണ്. നയതന്ത്ര സംവിധാനത്തിന്റെ നേട്ടങ്ങളെ സൈനികരുടെ സേവനവുമായി ബന്ധിപ്പിച്ചതും ശ്രദ്ധേയമാണ്. പല രാജ്യങ്ങളിലും സൈന്യവും നയതന്ത്ര സംവിധാനവും വേർതിരിച്ചാണ് കാണപ്പെടാറുള്ളത്. എന്നാൽ ഇറാൻ ഈ രണ്ട് മേഖലകളെയും പരസ്പരം പൂരകങ്ങളായി അവതരിപ്പിക്കുന്നു. സൈന്യം സുരക്ഷയുറപ്പാക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നയതന്ത്രജ്ഞർ അന്താരാഷ്ട്ര വേദികളിൽ കരാറുകളും ചർച്ചകളും നടത്തുന്നു. ഇതിലൂടെ മൈതാനത്തെ ശക്തി, മേശയിലെ വിജയം എന്ന തത്വമാണ് ഉയർത്തിക്കാട്ടുന്നത്. മധ്യപൂർവേഷ്യയിലെ മാറുന്ന ശക്തി സമവാക്യങ്ങളും ഈ സന്ദേശത്തിന് പശ്ചാത്തലമാകുന്നു. സൗദി അറേബ്യയുമായി ബന്ധം മെച്ചപ്പെടുത്തൽ, ചൈനയും റഷ്യയും പോലുള്ള രാജ്യങ്ങളുമായുള്ള സഹകരണം, മേഖലയിലെ പ്രതിനിധി സംഘർഷങ്ങൾ, ഊർജ്ജതാഴത്തിൽ ഇറാന്റെ സ്വാധീനം ഇവയെല്ലാം ചേർന്നാണ് പുതിയ സാഹചര്യങ്ങൾ രൂപം കൊള്ളുന്നത്. ഈ ഘട്ടത്തിൽ സൈനിക ശക്തിയും നയതന്ത്ര ചാതുര്യവും ഒരുമിച്ച് ഉപയോഗിക്കേണ്ടതുണ്ടെന്ന് ഇറാൻ മനസ്സിലാക്കുന്നു. അരാഗച്ചിയുടെ സന്ദേശം അതിന്റെ പൊതുവായ രൂപരേഖയാണ്. ഇറാന്റെ പൊളിറ്റിക്കൽ കൾച്ചറിൽ
ത്യാഗം എന്ന പദത്തിന് വലിയ വികാരഭാരമുണ്ട്. 1979 വിപ്ലവം മുതൽ ഇറാൻ-ഇറാഖ് യുദ്ധം വരെ നിരവധി ചരിത്ര സംഭവങ്ങൾ രാജ്യത്തിന്റെ നാഷണൽ സ്മൃതിയിൽ ഇന്നും ശക്തമാണ്. വീരമൃത്യു വരിച്ച സൈനികരെ ആദരിക്കൽ, രാജ്യത്തിനായി സേവനം ചെയ്യുന്നവരെ മഹത്വാൽക്കരിക്കൽ, പ്രതിരോധത്തെ ഒരു ധാർമ്മിക ബാധ്യതയായി ചിത്രീകരിക്കൽ ഇവയെല്ലാം നാഷണൽ പൊളിറ്റിക്സിന്റെ ഭാഗമാണ്. അതിനാൽ സൈനികരുടെ ത്യാഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ഒരു ഔപചാരിക വാചകം മാത്രമല്ല, അത് നാഷണൽ തിരിച്ചറിവിന്റെ ഘടകമാണ്. ഇന്നത്തെ ലോകത്തിൽ യുദ്ധം വെറും അതിർത്തികളിൽ മാത്രമല്ല നടക്കുന്നത്. സൈബർ ആക്രമണങ്ങൾ, സാമ്പത്തിക ഉപരോധങ്ങൾ, വിവരയുദ്ധം, രഹസ്യപ്രവർത്തനങ്ങൾ, സാങ്കേതിക ഉപരോധങ്ങൾ ഇവയെല്ലാം പുതിയ സുരക്ഷാ ഭീഷണികളാണ്. ഇറാൻ ഇവയെ നേരിടാൻ സൈന്യത്തെയും സുരക്ഷാ ഏജൻസികളെയും കൂടുതൽ സജ്ജമാക്കുന്ന സാഹചര്യമാണ്. അതിനാൽ സൈന്യത്തിന്റെ പങ്ക് യുദ്ധഭൂമിയിൽ ഒതുങ്ങുന്നില്ല. സാമ്പത്തിക, സാങ്കേതിക, ഡിജിറ്റൽ മേഖലകളിലും അത് വ്യാപിക്കുന്നു. അരാഗച്ചിയുടെ വാക്കുകളിൽ ഈ വിശാല അർത്ഥം വായിക്കാം. സൈനിക ദിനാചരണ സന്ദേശങ്ങൾ പല രാജ്യങ്ങളിലും പതിവാണ്. പക്ഷേ സംഘർഷഭരിതമായ മേഖലകളിൽ ഇത്തരം സന്ദേശങ്ങൾക്ക് കൂടുതൽ രാഷ്ട്രീയ ഭാരമുണ്ടാകും. ഇറാന്റെ കാര്യത്തിൽ ഇത് പ്രത്യേകിച്ച് ശരിയാണ്. ഓരോ പ്രസ്താവനയും പ്രാദേശിക എതിരാളികൾ, ആഗോള ശക്തികൾ, ആഭ്യന്തര ജനത, സഖ്യകക്ഷികൾ എല്ലാവരും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. അതിനാൽ അരാഗച്ചിയുടെ അഭിനന്ദന സന്ദേശം ഒരു ചടങ്ങ് ഭാഷയല്ല, സൂക്ഷ്മമായി ആലോചിച്ച നാഷണൽ സുരക്ഷാ സന്ദേശമാണ്. ഒടുവിൽ ഈ പ്രസ്താവന ഒരു പ്രധാന സത്യത്തെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. ഒരു രാജ്യത്തിന്റെ ശക്തി ആയുധശേഖരങ്ങളിൽ മാത്രം അളക്കപ്പെടുന്നില്ല. അതിർത്തിയിൽ നിൽക്കുന്ന സൈനികന്റെ ജാഗ്രതയിലും രാജ്യത്തെ വിശ്വസിക്കുന്ന ജനങ്ങളുടെ ആത്മവിശ്വാസത്തിലും അന്താരാഷ്ട്രവേദിയിൽ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന നയതന്ത്രജ്ഞന്റെ വാക്കുകളിലും അതിന്റെ കരുത്തു പ്രതിഫലിക്കുന്നു. ഇറാൻ ഇന്ന് ലോകത്തിനു മുന്നിൽ പറയുന്നത് അതുതന്നെയാണ്. സുരക്ഷയും സ്വാധീനവും ഒരുമിച്ച് നിലനിർത്താൻ കഴിയുന്ന രാഷ്ട്രമെന്ന അവകാശപ്പെടാവൽ. അബ്ബാസ് അരാഗച്ചിയുടെ സന്ദേശം അതിന്റെ ശക്തമായ രാഷ്ട്രീയ അവതാരികയായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും.